ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏലം കർഷകർക്ക് പ്രയോജനമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഭൂരിഭാഗം പേരും ഏലം കർഷകരാണ്. നമ്മൾ ഇത്രയും കാലം അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഏലക്കായുടെ വിലയിടവും അതുപോലെ തന്നെ വേലച്ചൂടുമാണ്. ചൂട് കൂടിയത് മൂലം നമ്മുടെ പ്രധാന ജലസ്രോതസ്സുകളെല്ലാം വറ്റുകയും കൃഷിക്ക് ആവശ്യമായ ജലം ലഭിക്കാതെ കൃഷികളെല്ലാം നശിക്കുകയും ചെയ്തു. എങ്കിലിപ്പോൾ നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ അലട്ടുന്ന മറ്റൊരു പ്രശ്നം എന്നത് ഏലത്തിന്റെ പൂ പിടിച്ചിട്ട് കാ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണമാണ് ഒച്ച് എങ്ങനെ ഒരു കാരണമാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ സമയങ്ങളിൽ നമ്മൾ ഒച്ചിനെ കൂടുതലും ഏലത്തിനകത്ത് കാണുന്നില്ല. എന്നാൽ രാത്രി കാലങ്ങളിൽ ടോർച്ചിൻ്റെ വെട്ടത്തിൽ നമുക്കിവയെ കാണാവുന്നതാണ്. ഒരൊച്ചിൽ നിന്ന് 900 ഒച്ചുകൾ വരെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഒച്ച എങ്ങനെ ഒരു കാരണമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏലത്തെ പിടിക്കുന്ന പൂവ് മുഴുവൻ അത് തിന്നുകയും ഒച്ച് ശരത്തിലൂടെ എഴയുന്ന വഴി ഒച്ചിൻ്റെ ശരീരത്തിലെ ഇഴകൾ ശരത്തിൽ പിടിക്കുകയും ചെയ്യും. അങ്ങനെ ശരം കേടാവുകയും നമുക്ക് ആദായം കുറയുകയും ചെയ്യും. ഒച്ചിനെ തുരത്തുവാൻ മരുന്നുകൾ കടയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വില താങ്ങുവാൻ സാധാരണ കർഷകരെ കൊണ്ട് സാധിക്കുന്നതിലും അപ്പുറമാണ്. സാധാരണ കർഷകർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ ഞങ്ങൾ പറഞ്ഞു തരാം. തുരിശും കുമ്മായും അടിച്ച് ഒരു പരിധി വരെ നമുക്ക് ഒച്ചിനെ തുരത്താവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വഴിയെന്ന് പറയുന്നത് ഒച്ചിന് മുകളിലൂടെ ഉപ്പ് വിതറുക എന്നുള്ളതാണ്. ഉപ്പ് മണ്ണിൻ്റെ ഘടന മാറ്റുമെങ്കിലും ഒരു ചെറിയ തോതിലുള്ള ഉപ്പ് ഒച്ചിൻ്റെ മണ്ടയിൽ കൂടി ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മണ്ണിൻ്റെ ഘടന മാറാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ വർഷങ്ങളായി ചെയ്യുന്നതാണ്. നിങ്ങൾ പറമ്പിലും ചെന്ന് നോക്കൂ. നിങ്ങൾക്ക് ഒച്ചിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്.